കാലത്ത് നമ്മുടെ കഞ്ഞിക്കൊപ്പം ഒരു അടിപൊളി ചമ്മന്തി എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഒരു സലാഡ് ചമ്മന്തിട്ടാ. കാന്താരി മിളക് കൊണ്ട് ഉണ്ടാക്കണ ഈ ചമ്മന്തി ഇല്ലേ, ഇത് നമ്മുടെ തൃശ്ശൂർ മറ്റത്തുള്ള അല്ലി ചേച്ചി പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കണതാണ് കേട്ടോ. നമുക്ക് വായിക്ക് രുചിയില്ലാണ്ട് ഒരു ചൊടിയില്ലാണ്ടിരിക്കുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി സലാഡാണ് കേട്ടത്. അപ്പോൾ കാന്താരി മുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കാന്താരി മുളക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇത് ചതയ്ക്കണം. നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ഒരു സബോള ഇങ്ങനെ കൊത്തിയരിഞ്ഞെടുത്ത് വിട്ടാ. ഇതിലേക്ക് 2 ചെറിയ തക്കാളി ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാല്ലേ, ഇങ്ങനെ ഒരു ചതച്ചെടുക്കുക ആട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പം തന്നെ പൊട്ടിച്ചു പോകണമെന്നുള്ള കാന്താരി മുളകില്ലേ, അത് ചതച്ചതിരുന്നു കേട്ടോ. ഹായ്, അത്യാവശ്യം എരിവുള്ള സാധനമാണിത്. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ടാ. പിന്നെ ഇത് വാളംപുളിയുടെ ഇതാണ്, അത് ഇത്തിരി പുളിവെള്ളം. പിന്നെ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നമുക്ക് തിരുമ്മണം. അപ്പോൾ കൈ നന്നായിട്ട് കഴുകിയിട്ട് പറ്റേ, കൈ കൊണ്ടിട്ട് തിരുമ്മണം കേട്ടോ, അല്ലെങ്കിൽ ഇതാവില്ല. അല്ലെങ്കിൽ നമുക്ക് ടീസ്പൂൺ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോഴേക്ക് നമ്മൾ തിരുമ്മാൻ പോകണം കേട്ടോ കൈ കൊണ്ട്. വേപ്പിൻ്റെ ഇല അരിഞ്ഞതില്ലേ, വേപ്പിൻ്റെ ഇലയും അയ്യോ 2 വേപ്പിൻ്റെ ഇല, വേപ്പലയും ഈ കാന്താരി മുളകും കൂടി ചതച്ചിട്ടാണ് ഇടണത്. 2 വേപ്പിൻ്റെ ഇല ഇടാൻ മറന്നു, ഞാനെടുത്ത് പൊടിച്ചിട്ട് വരാം. അയ്യോ 2. അപ്പോൾ നമ്മൾ തിരുമ്മാട്ടാ. ഇനി എനിക്ക് 2 വേപ്പിൻ്റെ ഇല ഇടണം. വളരെ കുറവ് മതി വേപ്പിൻ്റെ ഇല കിട്ടും. ഇത് ശരിക്കും ചതയ്ക്കണം. പിച്ച് നുറുക്കിയിട്ടാ ചെയ്തത്. പിച്ച് നുറുക്കിയിട്ടല്ല ചെയ്തത്, അവർ അല്ലി ചേച്ചി കാന്താരി മുളകിൻ്റെ കൂടെ ചതച്ചിട്ടുണ്ടായിരുന്നു. വേപ്പിലാട്ടാ. ഇനിയിപ്പോൾ ഇതിന് കളർ കൂട്ടാനായിട്ട് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ഒരു സ്വല്പം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഇടുന്നില്ല, വേണമെങ്കിൽ മതി, നിർബന്ധമില്ല. അടിപൊളി ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല, ഇതൊന്നും പറയാൻ പറ്റില്ല. കഞ്ഞി, സരിതര കഞ്ഞി ചമ്മന്തി ആയിരിക്കും ഇട്ടാൽ മതി. ഇതെൻ്റെ കഞ്ഞി. ഇതിൻ്റെ ചാറില്ലേ, ചാറിന് കുടിക്കാൻ ചാറ് ഒഴിക്കണം അത്തിരി. എന്നാലും കഠിനമായ പണി കഴിഞ്ഞ് വന്നിട്ട് ഇതൊരു സലാഡ് പോലത്തെ സാധനം കേട്ടോ. ഇതുള്ളൂ അല്ലേ നിങ്ങൾ. ഇതിലുണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, കഴിക്കുക കേട്ടോ. നീ അതിലേക്ക് ഇട്ടിട്ട് കഴിക്കി, വേണമെങ്കിൽ മതി. ഇത് കഴിയിപ്പോൾ ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയോ കേട്ടോ.